ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ സൽമയ്ക്ക് ചെറിയൊരു വണ്ടിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ടൗണിൽ കൂടെ ഒക്കെ വന്നപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ നല്ലോണം നോക്കി ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വണ്ടി അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു, എല്ലാവരും അല്ല കുറച്ച് പേര്, പിന്നെ സൽമയെ ഞാൻ കഷ്ടപ്പെടുത്തുകയാണ്, അങ്ങനെ ഞാൻ ക്യാമ്പിങ്ങിന് പോകുമ്പോഴേ അങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈഡിങ്ങിനും നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഈ പശുവിനെ ആടിനെ ഒന്നും വളർത്തുന്ന പോലെയല്ലല്ലോ കുതിരനെ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിനാണ് നമ്മൾ ശരിക്കും കുതിരനെ വളർത്തുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പർപ്പസിനല്ല കേട്ടോ, ഞാനിങ്ങനെ വണ്ടി വലിച്ച് ആളെ കയറ്റി കൊണ്ടുപോകാനുള്ള പർപ്പസ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ നമ്മുടെ ആവശ്യത്തിന് വീഡിയോ എടുക്കാൻ പോകുമ്പോഴും പിന്നെ അതുപോലെ ഇതുപോലെ ക്യാമ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സൽമാനെ കൊണ്ടുപോകും. അപ്പോൾ അതിനെ നമ്മളെ ഈ ചുറ്റുവട്ടത്തൊക്കെ പോകാൻ വേണ്ടി നമ്മളൊരു വണ്ടി ഉണ്ടാക്കി. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു അത് ഞാനും എൻ്റെ ഇക്കായും പിന്നെ ആശാനും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയതാണ്. പിന്നെ ആശാൻ ഇപ്പം ഇല്ല കേട്ടോ, ആശാൻ എൻ്റെ കൂടെ ഇല്ല, വരും. പിന്നെ ആശാൻ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ജോലിയിലും പണിയിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനും സൽമയും കുറച്ച് മേളിൽ പോയിട്ടൊരു ഗുഹ പോലെ ഉണ്ട്, അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്യാനുള്ളൊരു പരിപാടിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ വണ്ടി എന്തായാലും ഇവിടെ നിർത്തി സെറ്റാക്കിയിട്ട് മേളിലോട്ട് പോവാം കേട്ടോ. ഇത് നമ്മുടെ പേര് പണിക്കാരെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ ചാനലാണ്, എൻ്റെ കൂടെ അന്ന് ക്യാമ്പിങ്ങിനൊക്കെ വന്ന അവൻ്റെ ചാനലാണ്. വണ്ടിയും വലയെന്നാണ് കേട്ടോ പേര്, വണ്ടിയും വലയും. പിന്നെ അതിൽ കോമഡി കണ്ടന്റ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്തായാലും നമുക്ക് സൽമാനെ അയച്ച് ഇവിടെ തീറ്റാൻ വേണ്ടി വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ കൊണ്ടുവന്നുണ്ട്, അതൊക്കെ കൊടുത്ത് സെറ്റാക്കണം. പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് നമുക്ക് ക്യാമ്പിങ്ങിന് പോകണം. അപ്പോൾ എന്തായാലും അഴിച്ചൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ഇതൊക്കെ നമ്മളെ ഐഡിയ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് സൽമയ്ക്ക് കൂടുതൽ വെയിറ്റ് ഇങ്ങോട്ട് വരില്ല, ഇത് ബാക്കോട്ടാണ് വെയിറ്റ് വരിക. അപ്പോൾ ആ രീതിയിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്തായാലും സംഭവം സക്സസ് ആയി, കുഴപ്പമൊന്നുമില്ല. നല്ല ഇതിലായിട്ട് ഫോണുണ്ട്. ഇത് കണ്ടോ, അത് ഫ്രീ ആണ് കേട്ടോ, ബാക്കിലാണ് വെയിറ്റ് വരിക, നല്ല ഫ്രീ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് സൽമയെ നല്ല സ്ഥലത്ത് കൊണ്ട് കെട്ടണം, പിന്നെ കുറച്ച് വെള്ളം കൊടുക്കണം. ബാ 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 വാ. എന്തായാലും നമുക്ക് സൽമയെ ഇവിടെ തന്നെ കെട്ടിയിടാം കേട്ടോ. ഇവിടെ നല്ല തണലും ഉണ്ട്. അപ്പോൾ നമുക്ക് സൽമയെ ഇവിടെ തന്നെ സെറ്റാക്കാം കേട്ടോ. പിന്നെ ഇവിടെ ആകുമ്പോൾ പുല്ലും ഉണ്ട്, തണലും ഉണ്ട്. കുറച്ചപ്പുറത്തൊരു ചെറിയ കുളം ഉണ്ട്, അവിടുന്ന് വെള്ളവും കുടിക്കാം. സെറ്റായി. പിന്നെ നമുക്ക് പോകേണ്ടത് ആ സൈഡിലോട്ടോ. അതിൻ്റെ ആ സൈഡിലാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു ഗുഹ ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. സൽമ ഇവിടെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിടാം. ആദ്യം കുറച്ച് വെള്ളം കുടിപ്പിക്കാം അല്ലേ. ബാ 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 വെള്ളം കുടിച്ചു, ഇഷ്ടം പോലെ വെള്ളം.
നമ്മൾ പണ്ട് ഇവിടെ ഒരു കുടിലൊക്കെ കെട്ടി ക്യാമ്പ് ചെയ്ത സ്ഥലം കേട്ടോ. ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്ത്. വെള്ളം കുടിച്ചോ? സെറ്റായോ? വേണമെങ്കിൽ കുറച്ചുകൂടി കുടിച്ചോ. അപ്പം എന്തായാലും സൽമ ഈ കമ്പിൽ ഈ കല്ലിൽ കെട്ടിയിടാട്ടോ. ഇവിടെ കെട്ടിയാൽ തിന്നും ചെയ്തോളും, വെള്ളവും കുടിച്ചോളും. ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ ഈ മാസം ഇപ്പോൾ ഒരു മാസമൊക്കെ ആയില്ലേ ഒരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്തിട്ട്. അന്ന് ആശാനെ കിട്ടിയപ്പോൾ ചെയ്തതാ. അപ്പോൾ കുറേ ആയി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു നല്ലൊരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇനി എന്തായാലും കണ്ടിന്യൂ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ പറ്റുമെന്നും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സൽമയൊക്കെ കെട്ടി അവിടെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ വെള്ളമുണ്ട്, തിന്നാൻ പുല്ലും ഉണ്ട്. കുറച്ച് മേളിലോട്ടാണ് ഇനി പോകേണ്ടത്. അപ്പോൾ സൽമ എന്തായാലും ഇവിടെ ഒക്കെയാണ്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാം കേട്ടോ. അമ്പോ, എന്തായാലും നല്ലൊരു സ്ഥലമാണ് കിട്ടിയത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് അറിയാട്ടോ. ഇപ്പം ഞാൻ ഓടി വന്ന അപ്രതീക്ഷിതമായിട്ട് കണ്ടതല്ല. നേരത്തെ ഞാനും ആശാനൊക്കെ വന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അവിടെ ഭയങ്കര കാടായിരുന്നു. ഇപ്പോൾ വേനലായതുകൊണ്ട് കുറേ കത്തിയൊക്കെ പോയി, തീ കത്തിച്ചിട്ടൊക്കെ അങ്ങനെ കളഞ്ഞ്. പിന്നെ ഇപ്പം മഴ പെയ്തപ്പോൾ ഉള്ള ഈ പച്ചപ്പാട്ടോ. എന്തായാലും നല്ല സ്ഥലമാണ്. മഴയും നനയില്ല, ഒരു പ്രശ്നവുമില്ല. രാത്രി വേണമെങ്കിൽ സൽമായും ഇവിടെ കയറ്റി നിർത്താം. ഇങ്ങോട്ടൊക്കെ നല്ല കാടാട്ടോ. പിന്നെ വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് മറച്ച് സെറ്റാക്കിയാൽ നല്ല വൃത്തിയായിട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും നോക്കാം. ഇന്നത്തെ ഒരു സാഹചര്യവും സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് നിൽക്കാം. നമുക്ക് സൽമായും ഇതിനകത്ത് തന്നെ കയറ്റി നിർത്താൻ പറ്റുമോ നോക്കണം രാത്രിയൊക്കെ. എന്തായാലും ഇവിടെ തന്നെ സെറ്റാക്കാം അല്ലേ. ആദ്യം ഭക്ഷണം വെക്കാനുള്ള പരിപാടി നോക്കട്ടെ, അടുപ്പൊക്കെ കൂട്ടി. എന്നിട്ട് പതുക്കെ ഇവിടെയൊക്കെ നിരത്തി വൃത്തിയാക്കി സെറ്റാക്കാം അല്ലേ. അങ്ങനെ ചെയ്യാം. നമ്മൾ വാട്ടർ ബാഗൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ക്യാൻ ആക്കിട്ടോ. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ സൽമയുടെ വണ്ടി ഉണ്ടായതുകൊണ്ട് അതിനകത്ത് വെച്ച് കൊണ്ടുവരും ചെയ്യാം. ഇവിടെയൊക്കെ മറ്റേ ചെതൽപ്പുറ്റുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഓരോ തുളയുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെ ഇറങ്ങിപ്പോണത്, എലിയാണോ ഇനി പാമ്പാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും അടുപ്പ് നമുക്ക് ഇവിടെ തന്നെ സെറ്റാക്കാം. നമുക്ക് സുഖമായിട്ട് സൽമായ മഴ ചെയ്ത് അവിടെ ഇതിൻ്റെ വീട്ടിൽ നിർത്തുകയും ചെയ്യാം. സംഭവമൊക്കെ ഓക്കെയാണ്.
അപ്പോൾ നമുക്ക് കുറച്ച് വിറക് സെറ്റായിട്ടുണ്ട്. ആദ്യം തീ കത്തിച്ച് അടുപ്പൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ചിക്കനൊക്കെ കഴുകി ചിക്കൻ കറിയും പിന്നെ ബ്രെഡും ഒക്കെ കഴിച്ച് സെറ്റാവട്ടോ. എന്നിട്ട് വേണം ഇവിടെ ഒന്ന് സെറ്റാക്കി നമുക്ക് കിടക്കാനുള്ളൊരു സെറ്റപ്പും പിന്നെ ഇവിടെ സൈഡ് മറിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഒരു വീട് പോലെ ആക്കി എടുക്കണം നമുക്കിത്. ആദ്യം ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, നല്ല വിശക്കുന്നുണ്ട്. അപ്പം എന്തായാലും കത്തിക്കട്ടെ. നമ്മുടെ തീയൊക്കെ നല്ല സെറ്റപ്പായിട്ട് കത്തുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കഴുകി അടുപ്പത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ അടുപ്പത്ത് വെക്കാൻ പോവാണ്. അടുപ്പിന് കുറച്ച് ഹൈറ്റ് കൂടിയോ എന്നൊരു സംശയം. കുഴപ്പമില്ല അല്ലേ, കത്തിക്കോളും. രണ്ട് സവാള, 2 ചെറിയ തക്കാളി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ചിക്കൻ കറിയിലേ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എണ്ണയൊക്കെ വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. കൊളസ്ട്രോളും അതും ഇതൊക്കെ ആയി. ഈ കാട്ടിപ്പോയി അതും ഇതൊക്കെ ചുട്ടു നിന്നിട്ടും വറുത്ത് നിന്നിട്ടൊക്കെ ഭയങ്കര കൊളസ്ട്രോളും പ്രശ്നമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഒട്ടും ഒഴിക്കണില്ല. എണ്ണ ഒഴിക്കാതെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി മേടിക്കാൻ മറന്നു പോയിട്ടോ. അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിട്ടാൽ റെഡി ആവും. അയ്യോ, രണ്ട് ക്യാന് വെള്ളം കൊണ്ടുവന്നുണ്ട്. ഒരു ക്യാൻ താഴെ വണ്ടിയിലാട്ടോ. എന്താ വെച്ചാൽ ഒരു ക്യാൻ സൽമയ്ക്കും ഒരു ക്യാൻ എനിക്കും കണക്കാക്കി കൊണ്ടുവന്നതാണ്. പക്ഷെ സൽമയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് മേളിൽ. അപ്പോൾ സൽമ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇനി ഇവിടെ എല്ലാം ഒന്ന് പാറയൊക്കെ ഒന്ന് റെഡിയാക്കി വിരിച്ച് ഈ സൈഡൊന്ന് മറയ്ക്കണം. അതൊക്കെയാണ് ഇപ്പോൾ ഒരു പണി. എന്നിട്ട് വേണം നൈറ്റ് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ. സൽമയെ ഇവിടെ ചേർത്ത് ഇതിനകത്ത് കെട്ടാം, നമുക്ക് ഈ സൈഡിൽ കിടക്കുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം റെഡിയാവും. ഇത് ചെറിയ ചെറിയ വിറകായോണ്ടേ വേഗം അടുപ്പ് നിറയെ കരിയായിട്ട്. നമ്മുടെ ചായപാത്രം എന്തായാലും കുറച്ച് ചായ വെക്കണം.
പുറത്ത് നല്ല ചൂടാണ്, ഇവിടെ നല്ല തണുപ്പാട്ടാ. ഈ രണ്ട് പാറയുടെ ഇടയിലായതുകൊണ്ട്. പിന്നെ ആ സൈഡിലോട്ടാണെങ്കിൽ കാടാണ്. ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം, സുഖമായിട്ട് കിടന്നുറങ്ങാം. സൽമാൻ അവിടെ കിട്ടുക സെറ്റ്. എന്തായാലും നമ്മുടെ കറി ഒക്കെ ഏകദേശം സെറ്റായി. അതൊന്ന് നോക്കട്ടെ കേട്ടോ. എണ്ണ ഒഴിക്കാത്ത ചിക്കൻ കറി കേട്ടോ. വലിയ കുഴപ്പമെന്ന് പറയാനൊന്നുമില്ല, ഒന്നുകൂടി വേവാനുണ്ട്. ഒരു തിളയും കൂടി തിളച്ചാൽ സെറ്റായി. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് കുറച്ച് കറി എടുത്ത് നമുക്ക് വൈകിട്ടത്തേക്ക് മാറ്റി വെക്കണം. എന്തായാലും കുറച്ച് കറി ഇതിനകത്തോട്ട് തന്നെ മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്ത് കഴിക്കാം അല്ലേ. അപ്പോൾ വൈകിട്ടത്തേക്കുള്ളതായി. അപ്പം ഇനി കഴിക്കാൻ പോവാം കേട്ടോ. ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ബ്രെഡുമാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമ്മൾ കുറച്ച് കറി മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെ ഉണ്ടാക്കണ്ടേ. പിന്നെ ചിക്കനാണെങ്കിൽ കുറേ ഉണ്ടെന്നാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ, നമ്മൾ എന്നും വെക്കുന്ന പോലെ തന്നെ. പിന്നെ കൊളസ്ട്രോൾ കാരണേ എണ്ണയൊന്നും അധികം കൂട്ടാൻ പറ്റൂല. നമ്മളീ പൊരിച്ചതും കരിച്ചതും തിന്ന് കൊളസ്ട്രോളായി. ചിക്കനൊക്കെ നല്ലോണം വെന്തു കേട്ടോ. അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പരിപാടി കേട്ടോ. പുറത്താണെങ്കിൽ നല്ല ചൂടാണ്. ഞാനിപ്പോൾ സൽമയെ പോയി നോക്കിയിരുന്നു, സൽമ കുഴപ്പമൊന്നുമില്ല, അവിടെ തിന്നുണ്ട്. എന്തായാലും നമ്മുടെ ഫുഡ് അടി സെറ്റായി. ബ്രെഡും ചിക്കൻ കറി പൊളിച്ച്. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം ഏകദേശം തീരുമാനമായി. വെള്ളം താഴെ ഉള്ളത് കൊണ്ടുവരേണ്ടി വരും. ഇനിയിപ്പോൾ സൽമ ഇരിക്കുന്നിടത്ത് പോയിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി, ഈ പാത്രമില്ല അതിനകത്ത് കറിയുണ്ട്, അത് നമുക്ക് വൈകിട്ട് കഴിക്കാം. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ട്
ഒരു ചെറിയ മയക്കം, അടിപൊളി. എന്താ വെച്ചാൽ നല്ല തണുപ്പും നല്ല കാറ്റുമാണ്, പുറത്ത് നല്ല ചൂടാട്ടോ. എന്തായാലും ഇവിടെ കിടക്കണമെങ്കിൽ ഈ സൈഡ് മറക്കണം, അതിനുള്ള പരിപാടി എന്തെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സൽമൻ്റെ അടുത്ത് പോയിട്ട് പാത്രങ്ങളും കഴുകി സൽമനെയും നോക്കിയിട്ട് വരാം അല്ലേ. ബാ ബാ ബാടി അവിടെ പോയിക്കോ. ഞാൻ സൽമാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അവിടെ വെയിലാണ്. അപ്പോൾ വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിച്ചു, എന്തായാലും ഉഷാറായി. അപ്പം ഇനി ഞാനും സൽമയും കുറച്ചു നേരം ഇവിടെയാണ് റെസ്റ്റ് എടുക്കാൻ പോകണം കേട്ടോ. സൽമാൻ ഇവിടെ കെട്ടിയിടാം, കുറച്ച് നീട്ടി കെട്ടി അവിടെ ഇവിടെയൊക്കെ പോയി തിന്നോളും. അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ നിന്ന് തിന്നാൽ മതി തണലത്ത്. രാത്രിയൊക്കെ നമുക്കിവിടെ വലിയ കുഴപ്പമില്ല, എങ്കിലും ഇത് അമ്പലവയൽ മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. മഞ്ഞപ്പാറ ഒരു പുലി എപ്പോഴും ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒന്നും വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി രാത്രി നമുക്കിവിടെ സ്റ്റേ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാനിങ്. അപ്പോൾ നമുക്ക് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ സൈഡൊന്നും മറക്കേണ്ടി വരും, അല്ലാണ്ട് ഇപ്പോൾ മഴ പെയ്ത നനയൊന്നുമില്ല, നമുക്ക് ടെൻ്റൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൽമാനെ നമുക്ക് ഇവിടെ ചുരുക്കി കെട്ടിയാൽ സൽമാൻ അതിൻ്റെ ചുവട്ടിൽ നിൽക്കും, എനിക്ക് ഇങ്ങോട്ടും കിടക്കാം എന്നൊരു ഇതിലാണ്, പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. എന്തായാലും നോക്കാം. എന്തായാലും ഞാനപ്പോൾ തൽക്കാലം കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ, അപ്പോഴത്തേക്ക് വെയിലും താഴും, അപ്പോഴത്തേക്ക് സൽമയും ഒന്ന് റെഡി ആവും. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. പിന്നെ ഇനി താഴെ പോയി നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച്, സൽമാൻ്റെ വണ്ടി ഒന്ന് ഒരു താർപ്പായ എന്തെങ്കിലും വെച്ച് കെട്ടി വെക്കണം. അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ അത് നനയുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യണം. അങ്ങനെ ഓരോരോ പരിപാടികളുണ്ട്. പിന്നെ എന്തായാലും രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്ത് പിന്നെ നാളെ രാവിലെ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ നാളെയും കൂടി ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് പോകുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പിന്നെ അത് കൺഫേം അല്ല കേട്ടോ, സാഹചര്യം പോലെ ഇരിക്കും. ഇന്ന് രാത്രി വല്ല പുലിയോ കടുവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ പോവും, ഇല്ലെങ്കിൽ നാളെ രാവിലെ നോക്കിയിട്ട് പതുക്കെ ഒക്കെ പോവുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിലാണ്. എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും ഞാനിവിടെ കിടന്നുറങ്ങിയിട്ട് ബാക്കി കാര്യം വൈകിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്താലോ, ഇതൊരു വീഡിയോയും പിന്നെ ഇന്ന് രാത്രി മുതൽ നാളെ രാവിലെ വരെയുള്ള കാര്യങ്ങൾ വേറൊരു വീഡിയോ ആക്കിയാലോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്ത് ആവൂലേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കളവണ്ടിയിൽ ഇങ്ങനെ കുതിരവണ്ടിയിൽ സൽമായും കൂട്ടി ഇങ്ങനെ ആ ടൗണിൽ കൂടെ വരുന്ന ആ ഒരു വിഷ്വലൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമാട്ടോ, അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ലെങ്ത് ആവുമെന്നൊരു സംശയം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമല്ലേ. എന്നിട്ട് ഇന്ന് രാത്രി തൊട്ടിട്ട് നാളെ രാവിലെ വരെ ഉള്ളത് വേറൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ക്യാമ്പിംഗ് വീഡിയോ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ആശാനെ കിട്ടിയിട്ടില്ല, ചിലപ്പോൾ ആശാൻ നാളെ വരും, ആശാൻ്റെ കാര്യമായിട്ടൊന്നും പറയാനും പറ്റില്ലേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ സൽമാനെയും കുറച്ച് നേരം അങ്ങോട്ടേ തീറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൽമായുടെ വണ്ടി ഒന്ന് താർപ്പായിട്ട് പൊതിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. എന്താ വെച്ചാൽ മഴ എന്തെങ്കിലും പെയ്താൽ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. 2-3 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ഗുഹ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി നമുക്കൊരു വീട് പോലെ ആക്കണം. എന്തായാലും അടുത്ത വീഡിയോ എന്തായാലും കാണണം കേട്ടോ. ഓക്കെ.